അയച്ചു തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും അതിലെ കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടി ഏതാണ്ട് നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഇനിയുള്ളൂ. ഇപ്പോൾ നമുക്ക് NDTV നൽകിയിരിക്കുന്ന സൂചനയനുസരിച്ച് ശശികല കുറ്റക്കാരിയാണ് എന്നാണ് NDTV നൽകിയിരിക്കുന്ന ദേശീയ മാധ്യമമായ NDTV നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവർ അത്തരത്തിൽ ഒരു സൂചന നൽകുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. NDTV മാത്രമാണ് അത്തരത്തിൽ ഒരു സൂചന നൽകിയിരുന്നത്. ശശികല കൺവിക്റ്റഡ് ഇൻ കറപ്ഷൻ കേസ് ബൈ സുപ്രീം കോടതി. ശശികലയ്ക്ക് തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ശശികല കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തി എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി വരുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. ശശികലയെ കുറ്റമുക്തയാക്കിയിട്ടില്ല, അവർ തെറ്റുകാരിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നത്. ശശികലയ്ക്ക് തിരിച്ചടിയായാണ് ഈ കേസിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശശികലയ്ക്ക് വൻ തിരിച്ചടി. 4 വർഷം തടവ് എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ചിന്നമ്മ ജയിലിലേക്ക് എന്ന സൂചനകൾ തന്നെ നൽകിക്കൊണ്ട് അത് വ്യക്തമായ ക്ലിയർ ആയിരിക്കുന്നു ആ കാര്യങ്ങൾ. ദിലിമ, തീർച്ചയായും 4 വർഷം കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി 2 അംഗ ബെഞ്ച് ഇത്തരത്തിൽ വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമുക്കറിയാം 125 അനുയായികൾക്കൊപ്പം അവരെ കരുതൽ തടങ്കലിൽ വച്ചിരിക്കുന്ന ഗോൾഡൻ ബേ റിസോർട്ടിൽ ഇരുന്നു കൊണ്ടാണ് ശശികല തന്റെ ഭാവി തീരുമാനിക്കുന്ന സുപ്രധാനമായ വാർത്ത ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. 4 വർഷത്തേക്ക് ശശികലയെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോടതി ശിക്ഷിച്ചിരിക്കുന്നു. സൗമ്യ, അതാണ് ഇതുവരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ തന്നെയും ഈ ഒരു കോടതി വിധിയോടുകൂടി പൂർണ്ണമായും തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിലിമ, തീർച്ചയായും ശശികലയുടെ മുഖ്യമന്ത്രി സ്ഥാനമെന്ന അമിത മോഹത്തിനുള്ള ഒരു തിരിച്ചടി എന്ന് വേണം ഈ വിധിന്യായത്തെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം അത്തരത്തിലൊരു നിഗമനത്തിലെത്തിയിരിക്കുന്നു. കീഴടങ്ങാൻ നിർദ്ദേശം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട് കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുമായി. സർലിംഗ്, പ്രഥമ വിവരം തരാം. ശശികല കുറ്റക്കാരിയാണ് എന്ന് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. വിചാരണ കോടതി ഇക്കാര്യത്തിലുള്ള കണ്ടെത്തലുകൾ സുപ്രീം കോടതി ശരിവച്ചു. വിചാരണ കോടതിക്ക് മുമ്പിൽ എത്രയും വേഗം കീഴടങ്ങാനും ശശികലയ്ക്ക് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇനിയും ശിക്ഷാവിധി 4 വർഷവും 10 കോടി രൂപയുമാണ് ശശികലയ്ക്ക് കൂട്ടാളികൾ വിചാരണ കോടതി വിധിച്ചത്. ഈ ശിക്ഷ സുപ്രീം കോടതി കാര്യം മാത്രമല്ല കുറ്റക്കാരി. ഏതായാലും ഇപ്പോൾ ശശികല കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ശശികല ജയിലിലേക്ക് പോകുന്നു. എങ്ങനെയാണ് നിലിമ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ട മറ്റു ഡീറ്റെയിൽസുകൾ വരുന്നുണ്ടോ? തീർച്ചയായും സൗമ്യ, ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഒരല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. പ്രധാനമായും PC ഘോഷും അമിതാഭ് റായും ഉൾപ്പെടുന്ന ബെഞ്ചാണ് ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. ശശികലയുടെ മുഖ്യമന്ത്രി മോഹത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. കർണാടക ഹൈക്കോടതി അവരെ വെറുതെ വിട്ട കർണാടക ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. കീഴടങ്ങാൻ ശശികലയ്ക്ക് കൃത്യമായ നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ ശശികലയുള്ളത് മഹാബലിപുരത്തെ ഗോൾഡൻ ബേ റിസോർട്ടിൽ 125 MLA-മാർക്കൊപ്പമാണ് അവർ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിധി വരുന്നതിന് മുമ്പ് ശശികല പറഞ്ഞ ഒരു വാചകമുണ്ട്. ഏതായാലും നല്ല വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ശശികല പറഞ്ഞത്. പക്ഷേ ഒട്ടും നല്ല വാർത്തയല്ല വന്നത്, ശുഭ വാർത്തയല്ല ശശികലയെ സംബന്ധിച്ചിടത്തോളം വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അന്തിമ വിജയം തന്റേതാകുമെന്ന് ശശികല ഒരു അമിത പ്രതീക്ഷ വച്ചു പുലർത്തിയിരുന്നു. അതിനെല്ലാം വലിയ തിരിച്ചടിയാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇനി തമിഴകം കാണാൻ പോകുന്നത് വൻ രാഷ്ട്രീയ സംഭവവികാസങ്ങളാണ്. തീർച്ചയായും ഏതായാലും ഇതുവരെ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കെല്ലാം തിരിച്ചടി നൽകിക്കൊണ്ട് ശശികലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ ആകില്ല എന്ന കാര്യം കൂടുതൽ വ്യക്തമായിരിക്കുന്നു. അതായത് ആ വിധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ശശികല ഇനി ജയിലിലേക്കാണ്. അതുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശങ്ങൾ, അതായത് കീഴടങ്ങണമെന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശശികലയ്ക്ക് 4 വർഷം കഠിന തടവും 10 കോടി രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിചാരണ കോടതി മുൻപാകെ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതുവരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നാടകത്തിന് അന്തിമ ഒരു കർട്ടൻ വീണിരിക്കുകയാണ് സുപ്രീം കോടതി വിധിയോടുകൂടി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ശ്രീമതി ഉഷ, എങ്ങനെയാണ് പ്രതികരണം? തീർച്ചയായും
ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, സത്യമേവ ജയതേ. സത്യമേവ ജയതേ, സത്യമേവ ജയതേ എന്ന് പറഞ്ഞ് ഞാൻ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും എന്നെ വധഭീഷണി മുതൽ കൊണ്ട് എന്നെ കൊന്നു കൊലവിളിക്കൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ വന്നവർക്കുള്ള മറുപടി ഈശ്വരനാൽ കൊടുത്തതാണ് ഇപ്പോഴത്തെ വിധി. 4 വർഷം തടവും 10 കോടി രൂപയും. കാരണം ഞാൻ വേറെ ഒന്നും കൊണ്ടുമല്ല, ഞാൻ ഓരോ ചാനലിൽ എന്നെ വിളിക്കുമ്പോഴും എനിക്ക് ഭയമായിരുന്നു. കാരണം എന്നെ വിളിച്ചിട്ട് ഭീഷണി ഭീഷണി ഭീഷണി, ചാനലുകളിൽ പോകരുത്, ശശികലയ്ക്കെതിരെ നിങ്ങൾ ഒരു പ്രസ്താവനയും പറയരുത്. ഞാൻ ചോദിച്ചു, എങ്ങനെ പോകാതിരിക്കും? സത്യസന്ധമായ വിധിയാണ് ഇവിടെ വരേണ്ടത്. കാരണം ജനങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കണം. ആ ജനതയൊക്കെ ഒരു വീർപ്പുമുട്ടൽ ഉണ്ടാക്കിയിട്ട് ഒരു ഭരണഘടന ഇവിടെ വേണ്ട. 1947 നമ്മൾ എന്തിനാണ് ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യം മേടിച്ചത്? അവരെ അടിമത്തത്തിൽ നിന്നുള്ള ഒരു മോചനമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക എന്താണ്? ഒരു 131 MLA-മാരെ പൂട്ടിയിടുക എന്ന് പറയുന്നത് ഇതിൽ പരം അക്രമം എവിടെയാണ്? അപ്പൊ അതിനൊക്കെ ഒരു കർട്ടൻ, ഒരു വിരാമം. ഇപ്പൊ പറയട്ടെ, ഒരു ദീർഘനിശ്വാസമാണ് ഞാൻ. ഇനി എന്നെ ആര് കൊന്നാലും എനിക്ക് വലിയ വിഷയമല്ല. കാരണം ഞാനൊരു ദേശത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടും അതിനു വേണ്ടി പ്രതികരിച്ചിട്ടുമാണ് ഞാൻ മരിച്ചുപോയെന്ന് ഞാൻ സമാധാനിച്ചോളാം. പക്ഷെ ഒരു കാര്യം ഇതിൽ വളരെ വ്യക്തമാണ്, രാജ്യം മാത്രമല്ല ബുദ്ധിയും വിവേകവുമുള്ള ഒരു രാഷ്ട്രം തന്നെ ഇവരുടെ ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്ക് അന്യായം നടക്കുന്ന ഒരു സ്ഥലത്ത് അന്യായം നടത്തിയ ഒരു സ്ത്രീയെ എങ്ങനെയാണ് CM ആയിട്ട് അംഗീകരിക്കാൻ പറ്റുക? അതിന്റെ വിധിയാണ് ഇവിടെ വന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ദൈവമുണ്ട്. ആ ഒരു സത്യം എന്നുള്ളത് ഇന്ത്യയുടെ ഒരു കൾച്ചറാണ്, സത്യമേവ ജയതേ. അതിവിടെ ജയിച്ചിരിക്കുന്നു. സന്തോഷത്തിലാണ് ഞാൻ. കാരണം ഇനി OP വരണോ, തമ്പി ദൊര വരണോ, അതൊക്കെ വേറെ വിഷയങ്ങൾ. പുതിയ അപ്ഡേഷനുകൾ കൂടി വരാം. ഇനിയുമുള്ള കാര്യങ്ങൾ കൂടി, അതായത് ശശികലയുടെ രാഷ്ട്രീയ ഭാവി കൂടി പരിശോധിക്കപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ്. നിലിമ, പുതിയ അപ്ഡേറ്റ്സ്. സൗമ്യ, വളരെ നിർണായകമായ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. ശശികലയോട് എത്രയും പെട്ടെന്ന് കീഴടങ്ങാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശശികലയ്ക്കൊപ്പം തന്നെ സുധാകരനും ഇളവരശിയും ഇവർക്കൊപ്പം കീഴടങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ പനീർശെൽവം ക്യാമ്പിൽ വളരെ വലിയ ആഹ്ലാദ പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പനീർശെൽവത്തിന്റെ വീടിന് ചുറ്റും, പനീർശെൽവം അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിലാണ് ഇപ്പോഴുള്ളത്, അദ്ദേഹത്തിന്റെ വസതിക്ക് ചുറ്റും അനുയായികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോൾഡൻ ബേ റിസോർട്ടിലാണ് ശശികലയുള്ളത്. അവരുടെ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും ഇരുളടഞ്ഞ ഒരു രീതിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വളരെ കൃത്യമാണ് സൗമ്യ. ഇനി പനീർശെൽവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. തമിഴകം മുഴുവൻ ഇനി പനീർശെൽവത്തിനൊപ്പം നീങ്ങുന്ന ഒരു കാഴ്ചയാണ് വരും മണിക്കൂറുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ അധികാരമോഹത്തിനുള്ള ഒരു തിരിച്ചടി, ഒരു ജനാധിപത്യത്തിന്റെ തീരാക്കളങ്കമെന്ന് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം വിലയിരുത്തേണ്ടി വന്ന ഒരു വലിയ സംഭവത്തിനാണ് സുപ്രീം കോടതി രാജ്യത്തിന്റെ ഗവർണർക്ക് കാര്യങ്ങൾ എളുപ്പമായി എന്ന് തന്നെ വേണ്ട കരുതുന്നത്. അതായത് ശശികലയ്ക്ക് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല, പാർട്ടി സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെടും, അത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കുന്നു. തീർച്ചയായും സൗമ്യ, ഗവർണർ ഇത്തരത്തിൽ ഒരു സുപ്രധാനമായ വിധിന്യായത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരുന്നത്. അല്ലാതെ അദ്ദേഹത്തെ വിമർശിക്കുന്നവർ വിമർശനം ഉന്നയിക്കുന്നത് പോലെ വളരെ വളരെ വയസ്സായ ബുദ്ധിപൂർവമായ ഒരു തീരുമാനം എടുക്കുന്നതിന്, പ്രത്യേകിച്ച് നമുക്കറിയാം തമിഴ് ജനതയെ വൈകാരികമായി ഇടപെടുന്നവരാണ്, വൈകാരികമായ പ്രശ്നങ്ങളെ സമീപിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ ഇക്കാര്യത്തിൽ എടുത്ത ഒരു നിലപാടിനെ നമ്മൾ 100% പ്രശംസിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിദ്യാസാഗർ റാവു വളരെ കൃത്യമായി വെയിറ്റ് ചെയ്തിരുന്നത്, ഇത്രയും ദിവസം കാത്തിരുന്നത് ഇത്തരത്തിൽ ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിധിക്ക് കാതോർത്തുകൊണ്ടാണ്. അത്തരത്തിൽ ഒരു വിധി വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ADMK ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി ശശികലയെ തെരഞ്ഞെടുത്ത നടപടി ഉൾപ്പെടെ വൻ വിവാദത്തിലായിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഒന്നുമല്ലാതെ ശശികല പോയസ് ഗാർഡൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് പോയ ശേഷം ನಮ್ಮ ಭಾರತ ದೇಶದಲ್ಲಿ ತಪ್ಪಿತಸ್ಥರು ಎಷ್ಟೇ ಪ್ರಭಾವಿಗಳಾಗಿರಲಿ ಅಥವಾ ಏನೇ ರಾಜಕೀಯ ಅಥವಾ ಇತರ ಪವರ್ ಅವರ ಕಡೆ ಇದ್ರೂ ಕೂಡ ನ್ಯಾಯದ ಕಡೆಯಿಂದ ಅವರು ತಪ್ಪಿಸಿಕೊಳ್ಳಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ನಮ್ಮ ಭಾರತದ ಜುಡಿಷಿಯರಿ, ದಟ್ ಈಸ್ ನ್ಯಾಯಾಂಗ, ಬಹಳ ಇಂಡಿಪೆಂಡೆಂಟ್ ಆಗಿ ಉಂಟು. ಹಾಗಾಗಿ ಈ ಅಪರಾಧಿಗಳು ಇಲ್ಲಿ ಎಷ್ಟೇ ಪ್ರಭಾವ ಇದ್ದ ವ್ಯಕ್ತಿಗಳಾದರೂ ಕೂಡ ಕಾನೂನು ಅವರನ್ನು ಬೆನ್ನು
ಹಿಡಿತದೆ, ಮತ್ತೆ ತಪ್ಪಿತಸ್ಥರಿಗೆ ಖಂಡಿತವಾಗಿಯೂ ಶಿಕ್ಷೆ ಆಗ್ತದೆ ಅಂತೇಳಿ ಈ ಒಂದು ತೀರ್ಮಾನದಿಂದ ನಮಗೆ ಗೊತ್ತಾಗ್ತದೆ. ಇನ್ನು ಹೆಚ್ಚಿನ ವಿವರಗಳನ್ನು ನಮ್ಮ ಸುಪ್ರೀಂ ಕೋರ್ಟ್ನ ತೀರ್ಪಿನ ಪೂರ್ಣ ಪಾಠ ಬಂದ ನಂತರ ನಾನು ತಮಗೆ ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. लाइव वहाँ से ऑफ कर दो, क्या कहते हैं इसको, कार्तिक वहाँ से ऑफ कर दो। हाँ, ऑफ नहीं मतलब ऑफलाइन कर दो। ಕೇಳಿಲ್ಲ ಮೊದಲು പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്. യെസ്, സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് സുപ്രീം കോടതി വിധിയുടെ വിശദമായ വിവരങ്ങളുമായി. എങ്ങനെയാണ് വിശദമായ ഒരു വിവരങ്ങളിലേക്ക് കടന്നാൽ സർലിംഗ്? സൗമ്യ, നിർണായകമായ വിധിന്യായം വായിക്കാൻ സുപ്രീം കോടതി ആകെ 10 മിനിറ്റ് എടുത്തുള്ളൂ. വിചാരണ കോടതി വിധി പൂർണ്ണമായും സുപ്രീം കോടതി അംഗീകരിച്ചു. ജസ്റ്റിസുമാരായ പിനാക്കി ചന്ദ്രഘോഷ്, അമിതാവ് റോയ് എന്നിവർ സംയുക്തമായി തന്നെ ഇക്കാര്യത്തിൽ വിധി ന്യായം വ്യക്തമാക്കുകയായിരുന്നു. സമൂഹത്തിൽ അഴിമതി വളർന്നു വരുന്നതിന്റെ തെളിവായിട്ടാണ് ഈ അനധികൃത സമ്പാദന കേസ് എന്ന് സുപ്രീം കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞു. ബാംഗ്ലൂർ ഹൈക്കോടതി ഇക്കാര്യത്തിൽ നടത്തിയ പരാമർശങ്ങൾക്ക് ഉപരിയായി ബാംഗ്ലൂരിലെ വിചാരണ കോടതി നടത്തിയ കണ്ടെത്തലുകളാണ് സുപ്രീം കോടതി പ്രധാനമായും വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞത്. 4 വർഷം തടവും 100 കോടി രൂപ പിഴയുമായിരുന്നു ജയലളിതയ്ക്ക് നേരത്തെ ശിക്ഷയായി വിധിച്ചത്. ഇതിൽ ജയലളിത അന്തരിച്ചിരിക്കുന്നു. പകരം വന്ന 4 കൂട്ടുപ്രതികൾ, ശശികല 2ാം പ്രതിയാണ്, ഭർത്താവ് നടരാജൻ, മകൻ ബന്ധുക്കളായ ഇളവരശി, സുധാകരൻ തുടങ്ങിയവരാണ് ബാക്കിയുള്ള കൂട്ടുപ്രതികൾ. ഇവർ 4 വർഷം തടവും 10 കോടി രൂപ പിഴയും ഈടാക്കണം. ഇവർ എത്രയും വേഗം ബാംഗ്ലൂർ വിചാരണ കോടതിക്ക് മുമ്പിൽ കീഴടങ്ങാനും സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഈ 4 പേരെയും ഒരുമിച്ച് ജയിലിലേക്ക് പോകുന്നതോടുകൂടി മണ്ണാർക്കുടി മാഫിയ മുഴുവനായി ജയിലിലേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഈ കണ്ടെത്തലുകൾക്കായി സുപ്രീം കോടതി ബെഞ്ചിൽ ഉണ്ടായില്ല. അത്തരത്തിൽ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തള്ളി 4 വർഷത്തെ തടവും 10 കോടി രൂപ പിഴയും ഈടാക്കിയിരിക്കുന്നു. ഇന്ന് തന്നെ ശശികലയ്ക്ക് വിചാരണ കോടതിക്ക് മുമ്പിൽ കീഴടങ്ങാനാണ് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ശശികലയ്ക്ക് മുഖ്യമന്ത്രി ആകാനാകില്ല. 10 വർഷത്തേക്കാണ് കോടതി തെരഞ്ഞെടുപ്പിൽ വിലക്ക് നൽകിയിരിക്കുന്നത്. സർലിംഗ്, ഓരോ സുപ്രധാനമായ കാര്യം കൂടി, അതായത് ഇതിനിടയിൽ പറഞ്ഞു പോകുകയുണ്ടായി, സമൂഹത്തിൽ അഴിമതി വളരുന്നതിന്റെ ഒരു സൂചനയായി കൂടി ഇതിനെ ചേർത്ത് വായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് വിധി പ്രസ്താവത്തിൽ 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ വിധി പ്രസ്താവമെങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക് കോടതി കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സൗമ്യ, ഈ ശിക്ഷാവിധി അംഗീകരിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിലെ അവസാന ഭാഗമാണ് ജസ്റ്റിസുമാർ വായിച്ചത്. ഈ വായിച്ചപ്പോഴാണ് അതിൽ ആദ്യം തുടക്കം എന്ന നിലയിൽ പറഞ്ഞത് സമൂഹത്തിൽ അഴിമതി വളർന്നു വരുന്നതിന്റെ തെളിവാണ് ഇത്തരം കേസുകൾ എന്ന്. അത്തരത്തിലൊരു പരാമർശം നടത്തി കോടതി കേസിലേക്ക് കടക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകർക്കും മാധ്യമപ്രവർത്തകർക്കും മനസ്സിലായി എന്തായാലും ശശികല അടക്കമുള്ളവർ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ കോടതി കടന്നത് ഈ വിചാരണ കോടതി ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പൂർണ്ണമായി സുപ്രീം കോടതി അംഗീകരിച്ചു. 3ാം ഭാഗത്തിലാണ് ഇവരുടെ ശിക്ഷാവിധി കൂടി സുപ്രീം കോടതി അംഗീകരിച്ചത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ ചട്ടങ്ങൾക്കനുസൃതമായിട്ട് 10 വർഷത്തേക്ക് ഇനി തെരഞ്ഞെടുപ്പിൽ വിലക്ക് കൂടി സുപ്രീം കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ പിന്നെ നിലവിലുള്ള അഭിഭാഷകരുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. भैया ये थोड़ा पीछे हो जाओ, सबके आ जाएंगे यार. नाम बता दीजिए. माइक तो नीचे कर दो यार, बोलने तो दो कम से कम. माइक थोड़ा नीचे करो ना सारे माइक अपने पास आएगा भाई. अरे और सारे नीचे माइक करो, कुछ नहीं दिख रहा. सब नहीं ना राइट रेडी हो बोलिए. कहाँ निकाला भाई? इंग्लिश हिंदी दोनों में बोलेंगे आराम से. ठीक है. व्हाट हैपेनिंग?
दादा यार बोलने तो पहले यार Today is the biggest day for corruption-free politics in India. Today is a landmark judgment. The Supreme Court, in its landmark judgment, had set aside the order of Honorable Judge Mr. Kumaraswamy of the Karnataka High Court and affirmed the trial court order of Michael Kunha, which held that A1 to A4, that is Selvi J. Jayalalitha, then V.K. Sasikala, V.N. Sudhakaran and Ilavarasi, who were guilty of disproportionate assets. And the complaint was made by Subramanian Swamy, and judiciary had a very tough time with these master criminals, and it had taken 19 years to come to this day when the corruption in this country will be rooted out by the order of the Supreme Court. The Supreme Court, by affirming the order of Michael Kunha, has established that corruption will not be accepted in this country, and Michael Kunha had made a very historic judgment, and Supreme Court had accepted the judgment and set aside the Karnataka High Court judgment, and today is a great day against corruption. It's a good day for Tamil Nadu. Good day for Tamil Nadu, and all things will follow, and the A1 to A4, A1 Selvi J. Jayalalitha had died in December 5th, 2016, and owing to her death, the SLP against J. Jayalalitha's acquittal has abated. However, the SLPs against A2 to A4 have been accepted, and the Karnataka government's appeal in the Supreme Court has been accepted, and there has been a confirmation of Michael Kunha's order. Confirmation, yeah. Same 4 years. Raja Raman, Regan Espel, Sivakumaran Advocates. Tamil Nadu. हिंदी बताएंगे आराम से बोल सकते उसको बोलो यार साथ राजा പോലീസ് ഗോൾഡൻ ബേ റിസോർട്ടിലേക്ക് കടന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഉള്ളത്. ഗോൾഡൻ ബേ റിസോർട്ടിലാണ് ഇപ്പോൾ ശശികല ഉള്ളത്. അവിടേക്ക് പോലീസ് കടന്നു എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത്. ഇന്ന് തന്നെ സറണ്ടർ ആവണം എന്ന ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വേഗം തന്നെ കോടതി പ്രൊസീഡിംഗ്സ്, നിയമപരമായ പ്രൊസീഡിംഗ്സ് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോൾഡൻ ബേ റിസോർട്ടിൽ തനിക്കൊപ്പം ഉണ്ട് എന്ന് പറയപ്പെട്ടിരുന്ന MLA-മാർക്കൊപ്പം ആയിരുന്നു ശശികല ഉണ്ടായിരുന്നത്. ഇവിടെ വെച്ചാണ് ഈ നിർണായകമായ വിധി ശശികല ശ്രവിച്ചത്. ഏതായാലും ഗോൾഡൻ ബേ റിസോർട്ടിലെത്തി ശശികല കീഴടങ്ങുക എന്ന ഒരു വളരെ പെട്ടെന്ന് തന്നെ ശശികല കീഴടങ്ങുക എന്ന ഒരു നിയമപരമായ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പോലീസ് അവിടേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും നിലവിൽ ഈ വിഷയങ്ങളിലൊക്കെ ഇനിയിപ്പോൾ ഓഫീസിന് വളരെ വേഗം തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. 4 വർഷത്തേക്ക് ഒരുപക്ഷെ വലിയൊരു നാടകീയ രംഗങ്ങൾക്ക് തന്നെയായിരിക്കും ഇനി ഗോൾഡൻ റിസോർട്ട് കടക്കുക. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീലിമ, വിവരങ്ങൾക്ക്. തീർച്ചയായും സുപ്രീം കോടതി വിധി വന്ന നിമിഷങ്ങൾക്കകം തന്നെ പോലീസ് ശശികലയും അനുയായികളും താമസിക്കുന്ന ഇപ്പോൾ കഴിയുന്ന മഹാബലിപുരത്തെ ഗോൾഡൻ ബേ റിസോർട്ടിൽ എത്തിയിരിക്കുന്നു. വളരെ വളരെ ദ്രുതഗതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുപ്രീം കോടതി വളരെ കൃത്യമായി ശശികല പൊതു രാഷ്ട്രീയത്തിൽ പോലും ശശികലയുടെ ഒരു നിഴൽ ഇനി ഉണ്ടാകില്ല എന്നൊരു പ്രഖ്യാപനം തന്നെയാണ് ഈ സുപ്രീം കോടതി വിധിയിലൂടെ നടത്തിയിരിക്കുന്നത്. 4 വർഷം തടവും അതുപോലെ 10 കോടി രൂപ പിഴയും 10 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന കർശന നിബന്ധനയും ഉൾപ്പെടെ ഉള്ള സുപ്രധാന വിധിയാണ് അല്പസമയം മുമ്പ് സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് സുധാകരനും നടരാജനും അതുപോലെ ഇളവരശിക്കുമൊപ്പം വിചാരണ കോടതിയിൽ ഹാജരാകാൻ കീഴടങ്ങാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ പോലീസ്
സന്നാഹം ഇപ്പോൾ ഗോൾഡൻ ബേ റിസോർട്ടിലേക്ക് വന്നിരിക്കുന്നു. ഇനിയെല്ലാം OPSന്റെ കൈകളിലാണ് കാര്യങ്ങൾ എന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് പോലീസും ചെയ്തിരിക്കുന്നത്. വളരെ വലിയ ഒരു അനിശ്ചിതത്വത്തിനാണ് ജയലളിതയുടെ മരണത്തിന് ശേഷം തമിഴകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനാണ് ഏതാണ്ട് ഇതോടെ വിരാമമായിരിക്കുന്നത്. വളരെ കൃത്യമായി പോലീസ് അവിടെ എത്തിയിരിക്കുന്നു. നാടകീയ സംഭവ വികാസങ്ങളായിരിക്കും ഒരുപക്ഷെ തമിഴ്നാട്ടിൽ നിന്നും മഹാബലിപുരത്ത് നിന്നും എല്ലാം ഇനി വരും നിമിഷങ്ങളിൽ ഉണ്ടാകുക. സൗമ്യ, ഏതായാലും കരഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശശികല ശ്രവിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഗോൾഡൻ ബേ റിസോർട്ടിൽ ഏതായാലും ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ പോലീസ് അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവരെ കീഴടങ്ങണം എന്ന കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവർ ജയിലിലേക്ക് പോവുകയാണ്. വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നാടകത്തിനാണ് ഒരുപക്ഷെ അന്ത്യമാകാൻ പോകുന്നത് എന്ന് തന്നെ വേണം പറയാൻ. കൂടുതൽ MLA-മാർ OPSന്റെ പക്ഷത്തേക്ക് വരുന്നു. സ്വാഭാവികമായും ഇനിയിപ്പോൾ ഉള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം അതുതന്നെയാണ്. തങ്ങളെ ആ വിധത്തിൽ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്ന് ഒരു പക്ഷേ അവർക്ക് പറയാനുള്ള ഒരു സാഹചര്യം കൂടി ആയിരിക്കും ഉണ്ടാകുക. ഓരോ പ്രതികരണത്തിലേക്ക് ശ്രീ മധു, താങ്കളുടെ പ്രതികരണത്തിലേക്ക് പോകുന്ന ശേഷം DMK-യുടെ ഈ കേസിന്റെ നാൾ വഴിയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജനാധിപത്യത്തിൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി അണിയിച്ചിരിക്കുന്നതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്, 2 ദിവസം മുമ്പ് ശ്രീ പന്നീർസെൽവം ഒരു പ്രസ്താവന നടത്തിയിരുന്നു, നല്ലത് നടക്കും, ധർമ്മം വിജയിക്കും. വാസ്തവത്തിൽ എനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളാണ് ഓർമ്മ. നല്ലത് നടക്കും, ധർമ്മം വിജയിക്കും. എന്തായാലും ഈ സുപ്രീം കോടതി വിധി സ്തുത്യർഹമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം പറയേണ്ടത്, ഈ കേസിലെ 2 പ്രധാന എതിർകക്ഷികളായിരുന്നത്, ഒന്ന് ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി